എൻ വി സിനിമാസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ഈ അടുത്ത് റിലീസ് ചെയ്ത ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഏതറ്റം വരെ എത്തി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ലിസ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ടൊവിനോ തോമസ് നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ നരിവേട്ട എന്ന മൂവി. തിയേറ്ററുകളിൽ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ സിനിമയുടെ ഏകദേശം 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം 15 കോടിക്ക് അടുത്ത് രൂപയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കാത്തിരിക്കാം നമുക്ക് ഈ സിനിമയുടെ കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ രണ്ടാമത് ഈ ലിസ്റ്റിൽ വരുന്നത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം എന്ന മൂവിയാണല്ലോ. ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കോമഡി മൂവിയായിട്ടാണ് നമുക്ക് ഈ സിനിമയെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. കേരള കളക്ഷൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 3-4 ദിവസം കൊണ്ട് 2 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് കേരള കളക്ഷൻ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ വെച്ച് നല്ല ബഡ്ജറ്റുള്ള സിനിമയാണ്. ഏകദേശം 4,50,00,000 മുകളിലുണ്ട് സിനിമയുടെ ബഡ്ജറ്റ്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ റിപ്പോർട്ട് അറിയുന്നതിന്. ഈ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് ദിലീപിൻ്റെ ഒരു കംബാക്ക് സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയാണ്. ഏകദേശം 22 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയത്. ഇതിൽ 15 കോടിക്ക് മുകളിലും കേരള കളക്ഷനാണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കാവും നമുക്ക് ഈ സിനിമയുടെയും കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി. ഈ ലിസ്റ്റിൽ അവസാനമായിട്ട് വരുന്നത് മലയാള സിനിമയുടെ ഒരേ ഒരു രാജാവായ മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന മൂവിയാണ്. ഇന്നേക്ക് 32-ാം ദിവസമാണ് തുടരും എന്ന മൂവിക്ക് തിയേറ്ററുകളിൽ. 32 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 232 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. അതേപോലെ തന്നെ 32 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 119 കോടിയാണ് സിനിമ നേടിയിട്ടുള്ളത്. ഈ വരുന്ന 30-ാം തീയതി സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിന് വേണ്ടി. എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.